കൊച്ചിയിൽ വാഹനത്തിന് വഴി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ മർദ്ദനമേറ്റ ഓട്ടത്തൊഴിലാളി മരിച്ചു. ഇടക്കൊച്ചി പഴയക്കാട് വീട്ടിൽ ജോയിയാണ് കൊല്ലപ്പെട്ടത്. വളരെ സങ്കടകരമായ വാർത്തയാണ്. ഈ വഴി കൊടുക്കുന്നത് ചോദിച്ച് അത് തർക്കമുണ്ടായി, മർദ്ദനം ഉണ്ടാകുക, ആശുപത്രിയിൽ ചികിത്സ ഇരിക്കെ ഇദ്ദേഹം മരിക്കുക. ജോയിയുടെ കാര്യം സങ്കടകരം. വിഷ്ണു സുരേഷ് ഈ സ്ഥലത്തുണ്ട്, കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു, വീട്ടിലാണോ ഉള്ളത്? പറയൂ. എസ് കെ, ഞാൻ നിലവിൽ ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിന് സമീപമാണുള്ളത്. ജോയിയുടെ വീട് തൊട്ടടുത്താണ്. ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഉള്ളത്. ജൂൺ 4-ാം തീയതി ആയിരുന്നു സംഭവം. ജോയി ഓട്ടോറിക്ഷയുമായി വരുന്നു. അതിന് തൊട്ട് അരികിലായി CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തൊട്ടരികിലായി ഒരു ബൈക്ക് യാത്രികൻ എത്തുന്നു. ആ ബൈക്ക് യാത്രികന് സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞാണ് ജോയിയും ഈ ബൈക്ക് യാത്രികർക്കാരും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ജോയിയെ ഇയാൾ തള്ളി നിലത്തിടുകയുമായിരുന്നു. തുടർന്ന് ജോയി ഇയാളുടെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മാറ്റുന്നു. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ് ജോയിയുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തുന്നു. ബന്ധു എത്തുന്നു. അപ്പോഴേക്കും ഇയാൾ പറയുന്നത് ജോയി മദ്യപിച്ചിട്ടുണ്ട്, അങ്ങനെ വീണതാണ്, താൻ വീട്ടിലേക്ക് കയറ്റി കിടത്തി, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോകും എന്നുള്ളൊരു മറുപടിയാണ് ഈ ബൈക്ക് യാത്രക്കാരൻ നൽകിയത്. പക്ഷേ 9 മണിയോടുകൂടി ജോയി ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചപ്പോഴാണ് കുടുംബം ഇദ്ദേഹത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോഴാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കാര്യം അറിഞ്ഞത്. ഇന്ന് രാവിലെയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് ഇത് ഒരു കേവല മരണം മാത്രമല്ല, ഇതിനു മുൻപിൽ ഒരു സംഘർഷം നടന്നിട്ടുണ്ട്, ആ സംഘർഷത്തെ തുടർന്ന് മരണം സംഭവിച്ചു എന്നുള്ള നിലപാടിലേക്ക് പോലീസ് എത്തിയത്, സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും ഈ കാണുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ പ്രതിയെ എന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ തലക്കേറ്റ പരിക്ക് തന്നെയാണ് അപകട കാരണം. ഇതാണ് ജോയിയുടെ ഓട്ടോ. ഈ തലക്കേറ്റ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ പരിക്ക് തന്നെയാണ് അപകട കാരണം പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതാണ് ജോയി സഞ്ചരിച്ചിരുന്ന ഓട്ടോ. ഈ ഓട്ടോ സൈഡ് നൽകിയില്ല എന്ന് ആരോപിച്ചായിരുന്നു ഈ മർദ്ദനം. ഇരുവരും നേരത്തെ പരിചയക്കാരാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ മർദ്ദന ദൃശ്യങ്ങൾ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. എസ് കെ. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. എന്തായാലും സൈഡ് കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് മരണം സംഭവിക്കുക നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്?